എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. എല്ലാവരും ചൂട് കാരണം വിഷമിച്ചിരിക്കുകയാണോ? ഇന്ന് എല്ലാവരെയും തണുപ്പിക്കാനായിട്ട് നമുക്കൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത്, കറുത്ത മുന്തിരി, അതുപോലെ ആപ്പിൾ തൊലി കളഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് മധുരമുള്ള കുരുയില്ലാത്ത പച്ചമുന്തിരി. ഇനി നമുക്ക് തീർച്ചയായും വേണ്ടത് പാലാണ്. ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്രൂട്ട്സാണ് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് മധുരമുള്ള ഫ്രൂട്ട് ആണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന കസ്റ്റാർഡ് പൗഡറിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കട്ടകളില്ലാതെ നന്നായി ഇളക്കി എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവറിൻ്റെയാണ്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. പാട കെട്ടാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പാൽ അത്യാവശ്യം നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ ഉള്ള ആ മിക്സ് ഇനി നമുക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. കട്ട പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. ഈ ഒരു കുറുകിയ പാകമാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിനനുസരിച്ച് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ല കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുത്ത് ചേർക്കാം. ഈ ഒരു സമയത്ത് കുറുകി വരുന്ന സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ചേർക്കാനായിട്ട്. എത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറായി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.